പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സെക്ഷൻ സിയിലേക്ക് സ്വാഗതം. അജിബാൻ സിത്തത്തി മിനൽ അസ്ഇലത്തിൽ ആതിയത്തി ഫി നിസ്ഫി സഫഹത്തിൻ യഹ്മിലു കുല്ല വാഹിദിൻ മിൻഹ 5 അലാമാത്ത്. ശേഷം വരുന്ന ചോദ്യങ്ങളിൽ നിന്ന് 6 എണ്ണത്തിന് ഉത്തരം നൽകുക. പകുതി പേജിൽ അല്ലെങ്കിൽ ഫുൾ പേജിൽ, മൊത്തം ഒരു പേജിൽ. യഹ്മിലു കുല്ല വാഹിദിൻ മിൻഹ 5 അലാമാത്ത്, എല്ലാത്തിനും 5 മാർക്ക്. നമ്മുടെ എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? 13 ക്വസ്റ്റ്യൻ ഉള്ളത് കൊണ്ട് ഇപ്പം നമ്മുടെ ഈ വീഡിയോ ഇച്ചിരി ലെങ്ത് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ കൂടുതൽ നീട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു പോകാം. എല്ലാ വിദ്യാർത്ഥികളും ക്ഷമിക്കുക. കൂടുതൽ ലെങ്ത് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വേഗത്തിൽ പറഞ്ഞു പോവാം. ഇപ്പോൾ 26ാമത്തെ ചോദ്യം, ബയ്യിനിൽ ജാറ വൽ മജ്റൂറ മഅൽ അംസില. ജാറ് മജ്റൂർ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമുക്ക് പറയാം, അമ്മൽ ജാറു, ജാർ എന്ന് പറഞ്ഞാൽ ഹുറൂഫുൽ ജരി, ജറിന്റെ ഹർഫുകൾ ഫഹിയ 20, അത് 20 എണ്ണമാണ്. ഏതൊക്കെയാണത്? ബാ, ഫി, അല, മിൻ, ഇല, അൻ, കാഫ്, ലി, ഇങ്ങനെ തുടങ്ങി 20 ഹർഫുകളാണ്. ഇപ്പൊ ജാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ജാർ എന്ന് പറഞ്ഞാൽ ജറി എന്ന ഹർഫിനാണ് ജാറ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഹർഫുകളെ, ഈ പറഞ്ഞ 20 ഹർഫുകളെ എന്ത് പറയപ്പെടും? തുസമ്മ എന്ത് പറയും? ഹുറൂഫുൽ ജരി, ജറിന്റെ ഹർഫുകൾ എന്ന് പറയും. ഇത്ര ഈ 20 ഹർഫുകൾ. ഇനി മജ്റൂർ എന്ന് പറയുന്നത് എന്തിനെയാണ്? ആ ഹർഫുകൾക്ക് ശേഷം വരുന്ന ഇസ്മുകളെ ജറ് ചെയ്യും. അങ്ങനെയുള്ള ജറ് ചെയ്യുന്ന നാമങ്ങൾക്കാണ് നമ്മൾ മജ്റൂർ എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണം നോക്കാം. വഖഅൽ കിതാബു അലൽ അർളി, ഭൂമിയുടെ മേൽ കിതാബ് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഭൂമിയിൽ വീണു. അപ്പൊ എന്താണ്? ഇവിടെ ജറിന്റെ ഹർഫ് അലാണ്, മജ്റൂർ എന്താണ്? അർളാണ്. അങ്ങനെ തുടങ്ങി നമുക്ക് കുറച്ച് ഉദാഹരണം എഴുതുക. അൽ ജാറു ഹുവ ഹർഫുൽ ജരി, ജറിന്റെ ഹർഫിനാണ് ജാർ എന്ന് പറയുന്നത്. വൽ മജ്റൂർ ഹുവൽ ഇസ്മു അല്ലദി യഅതി ബഅദ ഹർഫുൽ ജരി, ജറിന്റെ ഹർഫിന് ശേഷം വരുന്ന നാമത്തിനാണ് മജ്റൂർ എന്ന് പറയുന്നത്. കൂടുതൽ ഉദാഹരണങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ കിതാബിൽ പല ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ബയ്യിനുൽ അഫ്ആലിൽ ഖംസ മഅൽ അംസില. അഫ്ആൽ ഖംസയെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമുക്ക് പറയാം, അഫ്ആലുൽ ഖംസത്തി ഹിയ കുല്ലു മുളാരിഇൻ ഇത്തൽസ ബിഹി അൽഫുൽ ഇത്നൈനി ഔ വാവുൽ ജമാഅത്തി ഔ യാഉൽ മുഖാതബ. അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ എല്ലാ മുളാരിആയ ഫിഅലുകളുമാണ്. അതിനോട് തസ്നിയയുടെ അലിഫ് അല്ലെങ്കിൽ ജംഇന്റെ വാവ് അല്ലെങ്കിൽ മുഖാത്തബിന്റെ യാ ചേർന്ന് വന്നിരിക്കുന്നു. ഉദാഹരണം അത് ഏതൊക്കെയാണ്? യഫ്അലാനി, തഫ്അലാനി, യഫ്അലൂന, തഫ്അലൂന, തഫ്അലീന. ഇങ്ങനെ 5 എണ്ണമാണ് അഫ്ആലുൽ ഖംസ. ഇനി ഇതിന്റെ ഏഴാം എന്തൊക്കെയാണ്? അൽ അഫ്ആൽ ഖംസത്തി തർഫഉ ബി സുബൂത്തി നൂനി വ തുൻസബു വ തുജ്സമു ബിഹദ്ഫിഹാ. അതെ, അഫ്ആൽ ഖംസ എന്ന് പറഞ്ഞാൽ നൂനിനെ സ്ഥിരമാക്കൽ കൊണ്ടിട്ടാണ് റഫ്ഉ ചെയ്യപ്പെടുന്നത്. അതിനെ നസ്ബും ജറും ചെയ്യപ്പെടുന്നത് ആ നൂനിനെ കളയൽ കൊണ്ടിട്ടാണ്. ഉദാഹരണം നമുക്ക് നോക്കാം. വല്ലാഹു യഅലമു മാ തസ്റൂൻ. അള്ളാഹു അവൻ എന്താണ്? രഹസ്യമാക്കുന്നതിനെ അവൻ എന്ത് ചെയ്യുന്നു? അവൻ മനസ്സിലാക്കുന്നു, അവൻ അറിയുന്നു. സിറൂന എന്നുള്ള മിഫ്ആൽ ഖംസയാണ്, മുദാരിഅ ഫിഅലാണ്. അലാമത്ത് റഫ്ഇഹി സുബൂത്ത് നൂനി. ഇവിടെ ഇതിന്റെ എന്താണ് അലാമത്ത്? എന്താണ് അത്? നൂനിനെ സ്ഥിരമാക്കൽ കൊണ്ടിട്ടാണ്. അടുത്തത്, ലൻ തനാൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. ലൻ തനാൽ ബിർറ, വേറൊരു ഉദാഹരണം. ഇവിടെ നൂനെ കളയപ്പെട്ടിരിക്കുകയാണ്. തനാലൂന എന്നാണ് പറയേണ്ടത്. പക്ഷെ അത് നമ്മുടെ കിതാബിലുള്ള ഉദാഹരണമാണ് പറയുന്നത്. അടുത്ത അതേപോലെ തസ്ലിഹോ തത്തഖൂൻ ഉദാഹരണങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ അഫ്ആൽ ഖംസത്ത് എന്ന് പറഞ്ഞാൽ
ഹിയ കുല്ലു മുദാരിഇൻ ഇത്തസലത ബിഹി അൽഫുൽ ഇസ്നൈനി ഔ അൽ വാവുൽ ജമാഅത്തി ഔ യാഉൽ മുഖാതബത്തി യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 28ാമത്തെ ചോദ്യം. ഇസ്മു സമാൻ വൽ മക്കാൻ ബയ്യിൻ മഅൽ അംസില. ഇസ്മു സമാനും ഇസ്മു മക്കാനും അത് ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ആൻസർ കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആൻസർ കാണിച്ചിട്ട് നമുക്ക് വിശദീകരിച്ച് പറയാം. ഇപ്പോൾ ഇസ്മു സമാനും ഇസ്മു മക്കാനും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇസ്മു സമാൻ വൽമക്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്മാനി 2 നാമങ്ങളാണ്. മസൂഖാനി അതിനെ രണ്ടും രൂപപ്പെടുത്തുന്നു. മിനൽ മസ്ദരി മസ്ദറിൽ നിന്ന്, ക്രിയാധാതുവിൽ നിന്ന്. ലി ദലാലത്തി അലാ സമനിൻ വ മക്കാനിൻ കാലത്തിൻ്റെ മേൽ അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ഒരു സ്ഥാനത്തിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടിയിട്ട്. ഉഖുഅൽ ഫഇലി എന്ത് പ്രവൃത്തി സംഭവിച്ചു ഒരു കാലത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിൻ്റെ മേൽ സംഭവിച്ചു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മസ്ദറിൽ നിന്ന് രൂപപ്പെടുന്ന 2 നാമങ്ങളാണ് ഇസ്മു സമാനും ഇസ്മു മക്കാനും. ഇനി ഇസ്മു സമാനും വൽ മക്കാനും മിൻ ഫിഅലി സുലാസിയായ ഫിഅലിൽ നിന്ന് എടുക്കപ്പെടുന്ന അലാ വസനി മഫ്അൽ വസന്റെ മേലാണ്. മഫ്ഇൽ വസന്റെ മേലുമാണ്. മിൻ ഗൈരി സുലാസി അല്ലാത്ത 3 ഹർഫ് അല്ലാത്ത ഫിഅലിൽ നിന്ന് എടുക്കുന്നത് അലാ വസനി ഇസ്മു മഫ്ഊൽ വസനിൽ നിന്നാണ്. ഓക്കെ. വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ്. നമുക്ക് ഉദാഹരണം. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ റബ്ബി അൻസിൽനി മുൻസലൻ മുബാറക. ഇതൊക്കെ നമുക്ക് ഇസ്മു സമാന്റെ ഇസ്മു മക്കാന്റെ ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം. ഇസ്മു സമാനി വൽ മക്കാനി ഇസ്മാനി മസൂഗാനി മിനൽ മസ്ദരി ലിദലാലത്തി അലാ സമനിൻ വ മക്കാനിൻ വഖുഅൽ ഫഇലി. അടുത്ത ചോദ്യം 29. അത്തമീസു വ അൻവാഉഹു ബയ്യിൻ മഅൽ അംസിലത്തി. തമീസും അതിൻ്റെ ഇനങ്ങളും ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. വത്തമീസു ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബുൻ യഅതി ലി ബയാനിൽ മഖ്സൂദി ഔ ലി ഇസാലത്തിൽ ഇബ്ഹാമി അൻ ഇസ്മിൻ ഖബ്ലഹു. തമീസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇസ്മുൻ നക്കിറത്തുൻ നക്കിറയായ നാമമാണ്, അൺഡിഫൈൻഡ് ആയ നൗണാണ്. മൻസൂബുൻ അതെന്താണ്? നസ്ബ് ചെയ്യപ്പെടുന്നതാണ്. യഅതി ലി ബയാനിൽ മഖ്സൂദി ഉദ്ദേശിക്കപ്പെട്ടതിനെ വിശദീകരിക്കാൻ വേണ്ടി വരുന്നതാണ്. ഔലി ഇസാലത്തിൽ ഇബ്ഹാമി അല്ലെങ്കിൽ അവക്തതയെ നീക്കാൻ വേണ്ടിയിട്ട് അൻ ഇസ്മിൻ ഖബ്ലഹു അതിനു മുമ്പുള്ള നാമത്തെ തൊട്ട്. യുസമ്മ അൽ മുമയ്യിസ് അതിനെന്താണ്? മുമയ്യിസ് എന്ന് പേര് വെക്കപ്പെടുന്നു. വല്ലദി യസ്ലഹു യുറാദ ബിഹി അഷ്യാൻ മുഖ്തലിഫ. എങ്ങനെയുള്ള മുമയ്യിസാണ്? അതുകൊണ്ടിട്ട് വേറെ കാര്യങ്ങളൊക്കെ ഉദ്ദേശിക്കാം. അതിനെയൊക്കെ മാറ്റിയിട്ട് ഒരു വ്യക്തമായ ഒരു കാര്യത്തിലേക്ക് അറിയിക്കുന്ന കാര്യമാണ് എന്താണ് തമ്മീസ് എന്നുള്ളത്. അപ്പം അമ്മ നൗ തമ്മീസു ഫഹിയ. ഇനി തമ്മീസിൻ്റെ ഇനങ്ങളാണ് പറയുന്നത്. തമ്മീസു ബഅദ അസ്മാഇൽ വസൻ തൂക്കത്തിൻ്റെ നാമങ്ങൾക്ക് ശേഷം വരുന്ന തമ്മീസ്. തമ്മീസു ബഅദ അസ്മാഇൽ കൈലി ഇനി അളവിന് ശേഷം വരുന്ന നാമത്തിന് ശേഷം വരുന്ന തമ്മീസ്. മൂന്നാമത്തെ തമ്മീസു ബഅദ അസ്മാഇൽ മസാഹത്തി ദൂരത്തിൻ്റെ നാമത്തിന് ശേഷം വരുന്ന തമ്മീസ്. നാലാമത്തെ തമ്മീസു ബഅദ അസ്മാഇൽ അഅദാദി എണ്ണത്തിൻ്റെ നാമങ്ങൾക്ക് ശേഷം വരുന്ന തമ്മീസ്. അങ്ങനെ എത്ര ഇനമുണ്ട്? 4 ഇനമുണ്ട്. തമ്മീസ് 4 ഇനമുണ്ട്. അമ്മ നിസ്ബത്തി ലിൽ ഇഅറാബി തമ്മീസ് ഫലസ്ലു ഫീഹി അൻ യകൂന മൻസൂബൻ. അപ്പോൾ എന്താണ്? തമ്മീസിൻ്റെ ഇഅറാബിലേക്ക് നിസ്ബ ചെയ്യൽ കൊണ്ട് അതിൻ്റെ അടിസ്ഥാനം നസ്ബ് ചെയ്യുക, തമ്മീസിന് നസ്ബ് ചെയ്യുക എന്നതാണ്. വലാകിൻ യജൂസു ഫി തമ്മീസി ഫി തമീസിൽ വസിനി വൽ കൈലി വൽ മസാഹത്തി യകുന മൻസൂബൻ ഔ മജ്റൂറൻ ബിൽ ഇളാഫത്തി ഔ ബി മിൻ. പക്ഷേ വസിനിൻ്റെയും അതേപോലെ കൈലിൻ്റെയും മസാഹത്തിൻ്റെയും തമ്മീസിൽ അതെന്താണ്? നസ്ബാകലും അതേപോലെ ജറാക്കപ്പെട്ടതാകലും അല്ലെങ്കിൽ ഇളാഫത്ത് കൊണ്ട് ജറാക്കപ്പെട്ടതാകലും അല്ലെങ്കിൽ മിൻ കൊണ്ട് എന്താണ്? ഇളാഫത്ത് കൊണ്ട് ജറിയപ്പെട്ടതാകലും എന്താണ്? അനുവദനീയമാണ്. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. ഇഷ്തറൈതു കിലോ ജിറാബൻ ഖുംഹൻ. അപ്പോൾ 1 കിലോ കുംഹിനെ ഞാൻ എന്ത് ചെയ്തു? വാങ്ങി. കുംഹ എന്നുള്ളതാണ് ഇവിടെ തമ്മീസുൽ വസ്ന് മൻസൂബാണ്, നസ്ബിയപ്പെട്ടതാണ്. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള ഉദാഹരണം നമുക്ക് നോക്കാം. തമ്മീസു ഇസ്മുൻ നക്കിറത്തുൻ മൻസൂബുൻ യഅതി ലി ബയാനിൽ മഖ്സൂദി ഔ ലി ഇസാലത്തിൽ ഇബ്ഹാമി അൻ ഇസ്മിൻ ഖബ്ലഹു യുസമ്മൽ മുമയ്യിസ്.
അടുത്ത 30-ാമത്തെ ചോദ്യം ബയ്യിനിൽ മഫ്ഊല ഫീഹി മഅൽ അംസലത്തി. മഫ്ഊൽ ഫീഹിയെ ഉദാഹരണ സഹിതം വ്യക്തമാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മഫ്ഊൽ ഫീഹി എന്ന് പറഞ്ഞാൽ ഇസ്മുൻ മൻസൂബുൻ യദുല്ലു അലാ സമാനിൻ ഔ മക്കാനിൻ എന്ന് പറയാം. അവിടെ വഖൂഅൽ ഫീലി മുതളമ്മിനൻ മഅന ഫീ. മഫ്ഊൽ ഫീ എന്ന് പറഞ്ഞാൽ നസ്ബ് ചെയ്യപ്പെട്ട നാമമാണ്. അത് ഒരു സ്ഥലത്തിൻ്റെ മേൽ അല്ലെങ്കിൽ ഒരു കാലത്തിൻ്റെ മേൽ അറിയിക്കുന്നു. എന്തറിയിക്കുന്നു? പ്രവൃത്തി സംഭവിച്ചതിനെ അറിയിക്കുന്നു. മുതളമ്മിനൻ മഅന ഫീ, ഫീ എന്ന അർത്ഥത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്. ഇനി അസ്മാഉല്ലത്തി തരിദു മഫ്ഊലൻ ഫീഹി തൻഖസിമു ഇലാ ഖിസ്മൈൻ. ഇനി ഈ മഫ്ഊൽ ഫീഹി 2 ഇനങ്ങളിലേക്ക് വേർതിരിയും. ഒന്ന് ഇസ്മുൽ അസ്മാഉൻ ലി യദുല്ലു അലാ സമാനി ഹുസൂൽ അൽ ഫിഅലി. ഒരു സ്ഥലത്തിൻ്റെ മേൽ ഒരു കാലത്തിൻ്റെ മേൽ സംഭവിച്ചു എന്ന് അറിയിക്കുന്ന നാമങ്ങൾ. അപ്പം അതിനെന്താണ് പറയുന്നത്? അതിന് ലർഫ് സമാൻ എന്ന് പറയും. വഅസ്മാഅൻ തദുല്ലു അലാ മക്കാനിൻ ഹുസൂലുൽ ഫിഅലി നുസമ്മീഹ അയ്ളൻ ബിൽലർഫിൽ മക്കാൻ. ഇനിയോ ഒരു പ്രവൃത്തി സംഭവിച്ചു, ഒരു സ്ഥലത്തിൻ്റെ മേൽ അറിയിച്ചു എന്ന് അറിയിക്കുന്ന നാമങ്ങളുണ്ട്. അതിന് നമ്മൾ ലർഫ് മക്കാൻ എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഉദാഹരണം നോക്കാം. മഹദൽ വാലിദു ഇബ്നഹു കിതാബൻ യൗമ മീലാദിഹി. പിതാവ് അദ്ദേഹത്തിൻ്റെ മകന് മകൻ ജനിച്ച ദിവസത്തിൽ ഒരു പുസ്തകം ഹദിയ നൽകി. യസൂമുൽ മുസ്ലിമൂന ഷഹ്റ റമദാൻ. മുസ്ലിമീങ്ങൾ റമദാൻ മാസം നോമ്പ് നോൽക്കുന്നു. ആദ്യം നമുക്ക് ബദൽ എന്താണെന്ന് നോക്കാം. ബദൽ ഇസ്മുൻ യഅതി ബഅദ ഇസ്മിൻ ഖബ്ലഹു യുബയ്യിനുഹു വയുവദ്ദിഹുൽ മഖ്സൂദ മിൻഹു. ബദൽ എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്. യഅതി ബഅദ ഇസ്മിൻ ഖബ്ലഹു, യഅതി അത് വരും. ബഅദ ഇസ്മിൻ ഒരു നാമത്തിന് ശേഷം, ഖബ്ലഹു അതിന് മുമ്പുള്ള ഒരു നാമത്തിന് ശേഷം വരും. യുബയ്യിനുഹു ആ നാമത്തെ എന്ത് ചെയ്യും? അത് വ്യക്തമാക്കി തരും. വയുവദ്ദിഹുൽ മഖ്സൂദ മിൻഹു അതിൽ നിന്ന് കരുതപ്പെടുന്നതിനെ എന്ത് ചെയ്യും? വ്യക്തമാക്കി തരും. വഹുവ മിനത്ത് തവാബിഇ ബദൽ എന്താണ്? താബിഇൽ പെട്ടതാണ്. വല്ലിസ്മുല്ലദി ഖബ്ലഹു അതിന് മുമ്പ് പറയപ്പെടുന്ന നാമത്തിന് യുസമ്മ മുബ്തലം മിൻഹു, മുബ്തലം മിൻഹു എന്ന് എന്ത് ചെയ്യും? പേര് വെക്കപ്പെടും. നമുക്കിനി അതിൻ്റെ ഇനങ്ങൾ നോക്കാം. അൻവാഉൽ ബദൽ, ബദലിൻ്റെ ഇനങ്ങൾ. അൽ ബദലു അർബഅത്തു അൻവാഇൻ. ബദൽ 4 ഇനമുണ്ട്. ബദലുക്കുലും മിനൽ കുല്ലി, ബദലു കുല്ലിം മിനൽ കുല്ലി. ഒന്നാമത്തത് എന്താണ്? കുല്ലിൽ നിന്നുള്ള കുല്ല് ബദൽ എന്ന് വെച്ചാൽ അൽ ബദൽ മുതാബിഖ്. ഇതിന് മുതാബിഖായ ബദൽ എന്നും പേര് വെക്കപ്പെടുന്നുണ്ട്. അതിന് മുതാബിഖായ ബദലും എന്ന് ചെയ്യുന്നുണ്ട്, ഈ ബദലിന് പറയപ്പെടുന്നുണ്ട്. വഹുൽ ബദലുൽ മുതാബിഖുൽ മുബ്ദലി മിൻഹു. മുബ്ദലി മിൻഹുവിനോട് മുതാബിഖായ ബദലാണ്. മുതാബിഖായ ബദൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വൽ മുസാവി ലഹു ഫിൽ മഅന, അർത്ഥത്തിൽ എന്താണ്? സമമായി വരുന്ന. കമാ ഫിൽ മിഥാൽ ലാത്തി ശേഷം വരുന്ന ഉദാഹരണങ്ങൾ ഉള്ളതുപോലെ. ലഖീതു അമ്മക്ക സുബൈറൻ. ലഖീതു അമ്മക്ക ഞാൻ നിന്റെ പിതൃ സഹോദരനെ കണ്ടു. അതായത് സുബൈറിനെ കണ്ടു. അപ്പോൾ എന്താണ്? ഇത് മഅനയിൽ ഒത്തു വരുന്നുണ്ട് ഇല്ലേ? പിതൃവിനെ കണ്ടു, എൻ്റെ പിതൃവിനെ കണ്ടു, അത് സുബൈറിനെ കണ്ടു, അതായത് സുബൈർ. അപ്പോൾ ഇവിടെ എന്താണ്? അർത്ഥത്തിൽ ഒത്തു വരുന്നുണ്ട്. ഓരോ ബദലും പ്രത്യേകം മനസ്സിലാക്കാനാണ് വിശദീകരിച്ച് പറയുന്നത്. അടുത്ത രണ്ടാമത്തത് ബദൽ ബഅദി മിനൽ കുല്ലി. കുല്ലിൽ നിന്നുള്ള ബഅദ് ബദൽ. കുല്ലിൽ നിന്നുള്ള ബഅദ് ബദൽ. കുല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാം മൊത്തത്തിനാണ് കുല്ലെന്ന് പറയുന്നത്. ബഅദ് എന്ന് പറഞ്ഞാൽ അല്പം. അപ്പം മൊത്തത്തിൽ നിന്നുള്ള അല്പ ബദൽ. അങ്ങനെ പറയുന്നതിനെക്കാട്ടി എൻ്റെ പേര് പറയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഓട്ടെ, അപ്പോൾ എന്താണ്? ഇനി നമുക്ക് ബദൽ ബഅദ് മിനൽ കുല്ലി, കുല്ലിൽ നിന്നുള്ള ബഅദ് ബദലിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ നോക്കാം. ഇവിടെ യക്കൂനുൽ ബദലു ജുസ്അൻ മിനൽ മുബ്ദലി മിൻഹു. ഇവിടെ ബദൽ മുബ്ദലി മിൻഹുവിൻ്റെ ഭാഗമായിരിക്കും. കമാ നഖൂലു നമുക്ക് പറയാം ഹഫിൽത്തുൽ ഖസീദത സുൽസഹ. കഥ ഞാൻ മനഃപ്പാടമാക്കി, അതായത് സുലസഹ അതിൻ്റെ 1/3 ഞാൻ എന്ത് ചെയ്തു? മനഃപ്പാടമാക്കി. കഥ ഞാൻ മനഃപ്പാടമാക്കി അതിൻ്റെ 1/3. അപ്പോൾ എന്താണ്? ആ കുല്ലിൽ നിന്നുള്ള ബഅദ്. അപ്പോൾ മൊത്തത്തിൽ നിന്നുള്ള
അല്പമാണല്ലോ സുലുസ്, 1/3 മൊത്തത്തിൽ നിന്നുള്ള അല്പമാണല്ലോ. അതാണ് എന്താണ് ബഅദു മിനൽ കുല്ലി. ഇനി അടുത്ത ബദൽ ഇസ്തിമാൽ, പലർക്കും തെറ്റിപ്പോകുന്ന ഒരു ബദലാണ് ബദൽ ഇസ്തിമാൽ. ഇസ്തിമാൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ പദത്തിൽ നിന്ന് തന്നെ ഓരോ എന്ത് ചെയ്യാം ബദലിനെ മനസ്സിലാക്കാം. ഇസ്തിമാൽ എന്ന് പറഞ്ഞാൽ ചുറ്റി വരിക എന്നതാണ് ആ ഇസ്തിമാൽ എന്നുകൊണ്ട് അർത്ഥം വരുന്നത്. അപ്പോൾ അതനുസരിച്ച് ആ അർത്ഥം മനസ്സിലാക്കി നമുക്ക് ആ ബദലിനെ മനസ്സിലാക്കാം. നമുക്ക് ഉദാഹരണത്തിലേക്ക് പോകാം. ഹാദാ യദുല്ലുൽ ബദലു അലാ സിഫത്തിൻ മിൻ സിഫാത്തിൽ മുബ്ദലി മിൻഹു. ഹുന ഇവിടത്തിൽ യദുല്ലുൽ ബദലു, ബദൽ എന്ത് ചെയ്യും അറിയിക്കും, അലാ സിഫത്തിന് ഒരു വിശേഷണത്തിൻ്റെ മേൽ, മിൻ സിഫാത്തിൽ മുബ്ദലി മിൻഹു, മുബ്ദലി മിൻഹുവിൻ്റെ സിഫത്തിൽ നിന്നുള്ള ഒരു സിഫത്തിൻ്റെ മേൽ എന്ത് ചെയ്യും അറിയിക്കും. നമുക്ക് നോക്കാം. കമാഫിൽ മിസാലി, ഉദാഹരണത്തിലുള്ള പോലെ അജിബ്തു ബിഹാദിഹി സഹറത്തി റൗനഖഹ, ഈ പുഷ്പം എന്നെ എന്ത് ചെയ്തു അത്ഭുതപ്പെടുത്തി. അതായത് റൗനഖഹ, അതിൻ്റെ ഗാംഭീര്യത, അതിൻ്റെ ഭംഗി എന്ത് ചെയ്തു എന്നെ അത്ഭുതപ്പെടുത്തി. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്, ചുറ്റപ്പെട്ട സാധനം തന്നെയാണ് എന്തേത് റൗനഖ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി മൂന്നാമത്തത് ബദലുൽ ഇളറാബ്. ഇളറാബ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തിരിച്ചു കളയുക, വേറൊരു കാര്യത്തെ എന്ത് ചെയ്യുക തോന്നിപ്പിക്കുക, അതിനാണ് എന്ത് ബദലുൽ ഇളറാബ് എന്ന് പറയുന്നത്. നമുക്ക് ഉദാഹരണത്തിൽ മനസ്സിലാക്കാം. പിന്നെ യസ്രിഫുൽ ബദലുൽ അൻ നളറ അൽ മുബ്ദലി മിൻഹു, ബദലിനെ തൊട്ടിട്ടെന്താണ് ആ നോട്ടത്തെ എന്ത് ചെയ്യും, ആ ബദല് തിരിച്ചു കളയും. ബഅദമ തുബയ്യന ഷൈഅൻ ആഖർ, മറ്റൊരു വസ്തുവിനെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തു മുബ്ദലി മിൻഹുവിനെ തൊട്ടുള്ള അവൻ്റെ ആ കാഴ്ചപ്പാടിനെ അത് എന്ത് ചെയ്യുക തിരിച്ചു കളയും. കമാ നഖൂലു, നമ്മൾ പറയുന്നത് പോലെ ഷാഹത്തുൽ മഅബദ, അതായത് അൽ മസ്ജിദ, ഞാനൊരു എന്ത് ചെയ്തു ആരാധനാലയം കണ്ടു, അതായത് അൽ മസ്ജിദ പള്ളി, മുസ്ലിമീങ്ങളുടെ പള്ളി കണ്ടു. അപ്പോൾ ആരാധനാലയം എന്ന് പറഞ്ഞാൽ ഏത് ആരാധന സമുച്ചയമാകാം, പക്ഷേ അവിടെ മസ്ജിദ എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായത് എന്താണ് മുസ്ലിങ്ങളുടെ പള്ളിയാണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഉദാഹരണ സഹിതം നമ്മൾ എന്ത് ചെയ്തു ബദലിനെ കുറിച്ചും അതിൻ്റെ ഇനങ്ങളെക്കുറിച്ചും നമ്മൾ എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഇനി 32ാമത്തെ ചോദ്യം, ബയ്യിനിൻ നഅത മഅൽ അംസിലത്തി, ഉദാഹരണ സഹിതം നഅത്തിനെ വിശദീകരിക്കുക. നമുക്കറിയാം അൻ നഅതു ഇസ്മുൻ യുവദ്ദിഹു സിഫത്തൽ കലിമത്തി അല്ലത്തി തസ്ബിഖുഹു. നഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു നാമമാണ്, അതൊരു പദത്തിൻ്റെ വിശേഷണത്തെ വ്യക്തമാക്കി തരും. അല്ലത്തി തസ്ബിഖുഹു, അതിന് മുമ്പുള്ളതായ പദത്തെ. വൽ മൻഊത്ത്, മൻഊത്ത് എന്ന് പറഞ്ഞാൽ ഹുവൽ ഇസ്മുല്ലദി, അതൊരു നാമമാണ്, യഅതി ഖബ്ലഹു, അതിൻ്റെ മുമ്പുള്ള നാമത്തിനാണ് മൻഊത്ത് എന്ന് പറയുന്നത്. സിഫത്തിന് മുമ്പുള്ളതിന് മൻഊത്ത്. ഇത് സിഫത്തും മൗസൂഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം, മൗസൂഫ് എന്ന് പറഞ്ഞാൽ വിശേഷണം സിദ്ധിക്കപ്പെട്ട ആൾ. അൻ-നഅതു യുതാബിഉൽ മൻഊത്ത ഫി തഅരീഫി വത്തദ്കീരി വത്തഅനീസി വൽ ഇഫ്റാദി വതസ്നിയതി വൽ ജംഇ തൻകീരി. കേട്ടോ, അപ്പോൾ എന്താണ് യുതാബിഉ നഅത്ത് മൻഊത്തിനോട് തുടരും എന്തിലൊക്കെ, ഈ താരീഫി മാരിഫയുടെ വിഷയത്തിലും, വത്തൻകീരി നെക്കിടയുടെ വിഷയത്തിലും, വത്തദ്കീരി പുല്ലിംഗത്തിൻ്റെ വിഷയത്തിലും, വത്തഅനീസി സ്ത്രീലിംഗത്തിൻ്റെ വിഷയത്തിലും, വൽ ഇഫ്റാദി ഏകവചനത്തിലും, വതസ്നിയതി ദ്വിവചനത്തിലും, വൽ ജംഇ ബഹുവചനത്തിലും. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. ഉദാഹരണം, ജാഅ റജുലുൻ സാലിഹുൻ, സാലിഹായ ഒരു പുരുഷൻ വന്നു. ഫിൽ മുഹന്ദസത്തി അല്ല ഹിയ മുഹന്ദിസത്തുൻ മാഹിറത്തൻ, അവളെന്താണ് അവൾ നിപുണയായ എഞ്ചിനീയറായ സ്ത്രീയാണ്. ഖറഅത്തുൽ കിതാബുൽ മുഫീദ, മുഫീദയായ കിതാബ് ഞാൻ വായിച്ചു. അങ്ങനെ തുടങ്ങി ഉദാഹരണങ്ങൾ നമ്മൾ നോക്കി മനസ്സിലാക്കി വെക്കുക. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത 33ാമത്തെ ചോദ്യം, ഇസ്മുൽ ഫാഇൽ വ ഇസ്മുൽ മഫ്ഊൽ ബയ്യിൻ മഅൽ അംസിലത്തി. ഇസ്മു ഫാഇലും ഇസ്മു മഫ്ഊലും ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമുക്ക് ഇസ്മു ഫാഇൽ എന്താണെന്ന് നോക്കാം. ഇസ്മുൽ ഫാഇൽ കലിമത്തുൻ മുസ്തഖത്തുൻ അലാ വസ്നി ഫാഇൽ തദല്ലു അലാ മൻ ഖാമ ബിൽ ഫഅലി. എന്താണ് ഫാഇൽ എന്ന വസിൻ്റെ മേൽ, തൂക്കത്തിൻ്റെ മേൽ പിടിക്കപ്പെട്ട പദത്തിനാണ് ഇസ്മു ഫാഇൽ എന്ന് പറയുന്നത്. തദല്ലു അലാ മൻ ഖാമ ബിൽ ഫഅലി,
പ്രവൃത്തി കൊണ്ട് നിന്നവൻ്റെ മേൽ അത് അറിയിക്കും. എന്ന് വെച്ചാൽ ആര് പ്രവൃത്തി ചെയ്തു അവൻ്റെ മേൽ അറിയിക്കും എന്ന് പറഞ്ഞാൽ കർത്താവെന്ന് അർത്ഥം. അപ്പം നമ്മുടെ ബുക്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ പറയുന്നുണ്ട്, അതിനൊക്കെ നോക്കാം. റഹല റാഹിലുൻ, ആമില ആമിലുൻ, ലറബ ലാരിബുൻ, കതബ കാത്തിബുൻ, ഫതഹ ഫാത്തിഹുൻ, അങ്ങനെ തുടങ്ങി ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക. ഇസ്മു മഫ്ഊൽ നോക്കാം. ഇസ്മു മഫ്ഊലുൻ മുസ്തഖും മിനൽ ഫഇലിൽ മജ്ഹൂലി, മജ്ഹൂലായ ഫഇലിൽ നിന്ന് പിടിക്കപ്പെട്ട നാമമാണ് ഇസ്മു മഫ്ഊൽ. ലിദലാലത്തി അലാ മൻ മാ വഖഅ അലൈഹിൽ ഫഇലു, അലാ മൻ ഒന്നിൻ്റെ മേൽ അറിയിച്ചതിന് വേണ്ടി, അല്ലെങ്കിൽ മാ വഖഅ അലൈഹിൽ ഫഇലു, അല്ലെങ്കിൽ പ്രവൃത്തി ആ ഒന്നിൻ്റെ മേൽ സംഭവിച്ചു എന്നതിൻ്റെ മേൽ അറിയിക്കാൻ വേണ്ടി മജ്ഹൂലായ ഫഇലിൽ നിന്ന് പിടിക്കപ്പെട്ട നാമമാണ് ഇസ്മു മഫ്ഊൽ. ഉദാഹരണം നമ്മുടെ കിതാബിൽ പലതും കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാവുന്നതാണ്. നസറ മൻസൂറൻ, അമില മഅമൂലിൻ, ലറബ മദ്റൂബൻ, പിന്നെയോ ഹബിസ മഹ്ബൂസുൻ, ഫതഹ മഫ്തൂഹൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നോക്കി മനസ്സിലാക്കുക. അടുത്ത 34ാമത്തെ ചോദ്യം. മഅനിൽ ഹുറൂഫൽ ആതിഫി ബയ്യിൻ മഅൽ അംസിലത്തി, ആതിഫിൻ്റെ ഹർഫുകളുടെ അർത്ഥം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അപ്പം നമുക്ക് മഅനി ഹുറൂഫുൽ ആതിഫി മഅൽ അംസാലി, ഉദാഹരണ സഹിതം ആതിഫിൻ്റെ ഹർഫുകളുടെ അർത്ഥം നമുക്ക് നോക്കാം. തഖ്തലിഫു മഅനി ഹുറൂഫുൽ ആതിഫി മിൻ ഹുറൂഫിൻ ഇല ആഖർ, ഇതാണ് ആതിഫിൻ്റെ ഹർഫുകളിലെ അർത്ഥം വ്യത്യസ്തമാവും മറ്റ് ഹർഫുകളിൽ നിന്ന്. മിനൽ ബയാൻ ലാത്തി, ശേഷം വരുന്ന വിശദീകരണത്തിൽ നിന്ന്. അപ്പോൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ അൽ വാവു തദുല്ലു അല മുശാറക്കത്തി ബൈനൽ മഅതൂഫി വൽ മഅതൂഫു അലൈഹി, മഅതൂഫിൻ്റെയും മഅതൂഫു അലൈഹിൻ്റെ ഇടയിലും പങ്കാളിത്തത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് വാവ്. വലാ തദുല്ലു അല തർത്തീബി, തർത്തീബിൻ്റെ മേൽ ക്രമപ്രകാരത്തിൻ്റെ മേൽ അറിയിക്കുകയില്ല. അവ തഅഖീബി ബൈനഹും, അല്ലെങ്കിൽ രണ്ടിനിടയിൽ എപ്പോൾ വന്നു, ആദ്യം ആര് വന്നു എന്നതിൻ്റെ മേൽ അറിയിക്കില്ല. ഉദാഹരണം നജഹത്തു ഫാത്തിമത്ത വആയിഷത്ത, നജഹത്ത് ഫാത്തിമത്തു വആയിഷത്തു, ഫാത്തിമയും വിജയിച്ചു ആയിഷയും വിജയിച്ചു. അത് എപ്പോഴാണ് വിജയിച്ചത്, അതേപോലെ എന്താണ് അവർ ഒരുമിച്ചാണ് വിജയിച്ചത് എന്നൊന്നും എന്തെങ്കിലും പറയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. ഇനി രണ്ടാമത്തത് അൽ ഫാഉ, ഫാ ആണ്. തുഫീദു ഹാദൽ ഹർഫ് അൽ മുശാറക്കത ബൈനൽ മഅതൂഫി മഅതൂഫി അലൈഹി, മഅതൂഫിൻ്റെ മഅതൂഫ് അലൈഹിൻ്റെ മേൽ പങ്കാളിത്തത്തിൻ്റെ മേൽ ഇത് അറിയിക്കും, ഫായിദ വെപ്പിക്കും. ഇതുപോലെ കമാ അന്നഹ തദല്ലു അല തർത്തീബി മഅ തഅഖീബി, അതെന്താണ് ശേഷം എന്നതിൻ്റെ മേൽ തർത്തീബിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ, ക്രമപ്രകാരത്തിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ, അതാണ് ആദ്യം ആര് വന്നു പിന്നെ ആര് വന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉദാഹരണം ജാ അൽ വലതു ഫൽ ബിന്ദു, ആദ്യം എന്ത് ചെയ്തു, ജാ അൽ വലതു ഫൽ ബിന്ദു, കുട്ടി വന്നു പിന്നെ എന്ത് ചെയ്തു, ആദ്യം എന്താണ് ആൺകുട്ടി വന്നു പിന്നെ പെൺകുട്ടി വന്നു. ഈ മൂന്നാമത്തത് സുമ്മ തദല്ലു അല തർത്തീബി മഅൽ തറാഖി, പിന്തിയതിനോടുകൂടെ ക്രമപ്രകാരത്തിൻ്റെ മേൽ അറിയിക്കുന്നതാണ് സുമ്മ. ഉദാഹരണം ഷാഹത്തുൽ ഫീല സുമ്മൽ അസദ, ആനയെ കണ്ടു പിന്നെ എന്ത് ചെയ്തു, സിംഹത്തെ കണ്ടു. പിന്നെ നാലാമത്തത് ഹത്ത തദല്ലു അലൽ ഗായത്തി, അറ്റത്തിൻ്റെ മേൽ അറിയിക്കും. മിസാൽ ഉദാഹരണം അക്കൽത്തു തുഫാഹത്ത ഹത്ത നിസ്ഫഹ, ഞാൻ ആപ്പിൾ കഴിച്ചു ഹത്ത നിസ്ഫഹ, അതിൻ്റെ പകുതി വരെ. അപ്പോൾ അതെന്താണ്, അതിൻ്റെ അറ്റത്തെ അറിയിക്കുന്നുണ്ട്. അടുത്ത അഞ്ചാമത്തത് ഔ തുഫീദു അത്തഖീറ വശക്ക, അതെന്താണ് ഔ എന്നുള്ളത് എന്താണ് ഇഷ്ടത്തെ എന്ത് ചെയ്യാം, അത് ഫായിദ വെപ്പിക്കും. അതേപോലെ ശക്കിനെയും സംശയത്തെയും ഫായിദ വെപ്പിക്കും. മിസാൽ ഉദാഹരണം ഉമ്മുറു ഫിൽ കിതാബി അവി സബുറത്തി, ഇനി കിതാബിലേക്ക് നീ നോക്കുക അല്ലെങ്കിൽ എന്താണ് ബോർഡിലേക്ക് നീ നോക്കുക. ഇനി അഞ്ചാമത്തത് അം തദല്ലു അലൽ ഇളറാബി തഈനി, ഇളറാബിൻ്റെ മേലും തഈൻ്റെ മേലും എന്ത് ചെയ്യും, അത് അറിയിക്കും. ഇളറാബ് നമ്മൾ പഠിച്ചു. മിസാൽ ഉദാഹരണം ഹൽ അന്ത മുഖീമുൻ ഔ മുസാഫിറുൻ, നീ നാട്ടുകാരനാണോ അതോ യാത്രക്കാരനാണോ. ഇളറാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്തിരിച്ചു കളയാം, നമുക്ക് പഠിച്ചല്ലോ. തഈൻ എന്നതിന് നിജമാക്കുക. അപ്പോൾ അമ്മ എന്നുള്ളത് ഇതാണ് നിജത്തിൻ്റെ മേൽ അല്ലെങ്കിൽ എന്താണ് ഇളറാബിൻ്റെ മേൽ തിരിച്ചു കളയുന്നതിൻ്റെ മേൽ അറിയിക്കും. അല്ലാന്ത മുഖീമുൻ ഔ മുസാഫിറുൻ, ഉദാഹരണം നീ നാട്ടുകാരനാണോ അതോ യാത്രക്കാരനാണോ. ഏഴാമത്തത് ബൽ തുഫീദുൽ ഇളറാബ് വൽ ഇബ്താല, ഇളറാബിൻ്റെയും ഇബ്താലിൻ്റെ മേൽ എന്ത് ചെയ്യും, ഫായിദ വെപ്പിക്കും. മിസാൽ ഉദാഹരണം അഖ്ബിറനി മാജിദുൻ ബൽ ആബിദുൻ,
അഖ്ബറനി മാജിദിൻ, എന്നോട് മാജിദ് വർത്തമാനം അറിയിച്ചു. വൽ അല്ല ആബിദുൻ, ആബിദാണ് അറിയിച്ചത്. അപ്പോൾ അവിടെ ഇളറാബ് വന്നു, ഇബ്താലും വന്നു. എന്ത് ചെയ്തു? ആദ്യം പറഞ്ഞതിനെ എന്ത് ചെയ്തു? നിരർത്ഥകമാക്കിയിട്ട് വേറൊരു കാര്യം പറഞ്ഞു. അതിനടുത്ത് ലാക്കിൻ തദല്ലു അലൽ ഇസ്തിദ്റാക്കി, ഇസ്തിദ്റാക്കിൻ്റെ മേൽ അറിയിക്കും. മിസാൽ ഉദാഹരണം ലം തുഖ്തഅ റിജ്ലുഹു ലാക്കിൻ യദുഹു. ഇസ്തിദ്റാക്ക് എന്ന് പറഞ്ഞാൽ വേർതിരിച്ച് വേറെ എന്ത് ചെയ്യുക? വേറൊരു കാര്യം ഒഴിവാക്കലിനെയാണ് എന്താണ് ഇസ്തിദ്റാക്ക് എന്ന് പറയുന്നത്. ലം തുഖ്തഅ റിജ്ലുഹു, അവൻ്റെ കാല് മുറിക്കപ്പെട്ടിട്ടില്ല. ലാക്കിൻ യദുഹു, പക്ഷേ അവൻ്റെ കൈ മുറിക്കപ്പെട്ടിട്ടുണ്ട്. 9ാമത്തത് ലാ തുജീദ് നഫിയ വൽ ആത്തിഫ. അതെന്താണ്? അത് നഫീനെയും ആത്തിഫിനെയും എന്ത് ചെയ്യും? അത് ഫായിദ വെപ്പിക്കും. ഉദാഹരണം ഖുദ് കിതാബക്ക ലാ കലമക്ക, നീ ഈ കിതാബിനെ എടുക്കുക, ലാ കലമക്ക, നിന്റെ പേനയല്ല. ഇനി ഇവിടെ അതാണ്. ഇതോടുകൂടി നമുക്ക് എന്ത് ചെയ്യും? ഈ ഹർഫിൻ്റെ അത്തുഫുകളും ഉദാഹരണ സഹിതം നമ്മൾ വ്യക്തമായി. നമുക്ക് അത്തുഫ് എന്താണെന്ന് കൂടെ നോക്കാം. അപ്പോൾ ഇർത്തിബാത്ത് ബൈനൽ കലിമത്തൈനി ഫിൽ ഹുക്മി വൽ ഇഅറാബി വാഹിദ് മിനൽ ഉറൂഫിൽ ആത്തിഫി. ആത്തിഫിൻ്റെ അർഫുകളിൽ നിന്ന് ഒന്നുകൊണ്ടിട്ട് ഇഅറാബിൽ അല്ലെങ്കിൽ ഹുക്മിൽ 2 കലിമത്തുകളെ ചേർക്കുന്നതിനാണ് ആത്തിഫ് എന്ന് പറയുന്നത്. വഹിയ അൽ വാവു അൽ ഫാഉ സുമ്മ ഔ അം ലാക്കിൻ ലാ ബൽ ഹത്ത. ഇനി അടുത്തത് 35ാമത്തെ ചോദ്യം. ബയ്യിനിൽ ഇസ്മൽ മൗസൂല മഅൽ അംസിലത്തി. ഇസ്മു മൗസൂലെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമുക്ക് നോക്കാം. അൽ ഇസ്മുൽ മൗസൂല്, ഇസ്മു മൗസൂൽ എന്ന് പറഞ്ഞാൽ വഹുവ ഇസ്മുൻ യുസ്തഖ്ദമു ലിറബ്തി മാ ബഅദ ലിൽ വസ്ഫി ഔ ലിതഈനി. അതൊരു നാമമാണ്. അതിനെ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിനു ശേഷമുള്ള ഒന്നിനോടുകൂടെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നില്ലെങ്കിൽ എന്താണ്? വിശേഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നിജമാക്കാൻ വേണ്ടി. വൽ ജുംലത്തി തുദ്കറു ബഅദൽ അസ്മാഇൽ മൗസൂലത്തി. മൗസൂലയുടെ നാമത്തിന് ശേഷം പറയപ്പെടുന്ന ജുംലയ്ക്ക് പേര് വെക്കപ്പെടുന്നത് തുസമ്മ സിലത്തുൽ മൗസൂലി. മൗസൂലയുടെ സില എന്ന് എന്ത് പേര് വെക്കപ്പെടും? വലായത്തും വായനൽ ജുംലത്തു ഇല്ലാ ബി വജൂദിഹ. അപ്പോൾ ആ മൗസൂലയുടെ സില ഇല്ലാതെ എന്തില്ല? ജുംല പൂർത്തിയാവുകയില്ല. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. ഹാദാ ഹുവൽ ആലിമുല്ലദി അല്ലഫ കുത്തുബൻ അദീദ. ഹാദ അവനാണ് എന്ത്? ആ പണ്ഡിതനാണ്. അവനാണ് എന്താണ്? എണ്ണമറ്റ കിതാബുകൾ രചിച്ച പണ്ഡിതൻ. ഫാസ താലിബാനി അല്ലദാനി ജതഹദ ഫി ദറസത്തി. ഇപ്പം 2 വിദ്യാർത്ഥികൾ, അതായത് അവരെന്താണ്? പഠിത്തത്തിൽ അങ്ങേയറ്റം പരിശ്രമിച്ച 2 വിദ്യാർത്ഥികൾ വിജയിച്ചു. അൽ അസ്ഹാബ് മുഹമ്മദി ബായ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തുടങ്ങി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. 36ാമത്തെ ചോദ്യം. അൽ അദദു വൽ മഅദൂദ് ബയ്യിൻ മഅൽ അംസിലത്തി. അദദും മഅദൂദും ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അൽ അദദു വൽ മഅദൂദ്. അൽ അദദു മാ യദല്ലു അലാ കമിയത്തിൽ അഷ്യായി മഅദൂദത്തി. എണ്ണപ്പെട്ട വസ്തുക്കളുടെ എണ്ണത്തിൻ്റെ മേൽ അറിയിക്കുന്നതിനാണ് അദദ് എന്ന് പറയുന്നത്. അൽ മഅദൂദു തമ്മീസുൽ അദദി. എണ്ണത്തെ വേർതിരിച്ച് മനസ്സിലാക്കുക. ഹുവ ഇസ്മുൻ നക്റത്തുൻ വാഖിഉൻ ബഅദൽ അദദി. അദദിന് ശേഷം സംഭവിക്കുന്നതായ നക്റയായ നാമമാണ് മഅദൂദ്. വഹുവ ഇമ്മാ മൻസൂബൻ ഔ മജ്റൂറൻ അലാ ഹസ്ബിൽ അൽഫാദൽ അദാദി. ഒന്നില്ലെങ്കിൽ അത് നസ്ബിയപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ ജറിയപ്പെട്ടതായിരിക്കും ആ എണ്ണത്തിൻ്റെ പദങ്ങളുടെ കണക്കിൻ്റെ മേൽ, കണക്കനുസരിച്ച്. ഉദാഹരണം നോക്കാം. യഖൂമു ഫിസ്സാഹത്തി റജുലുൻ വാഹിദുൻ. മുറ്റത്തെന്താണ്? ഒരു പുരുഷൻ നിൽക്കുന്നു. റഅയ്തു ഇംറഅത്തൻ വാഹിദത്തൻ. ഒരു പെൺകുട്ടിയെ ഞാൻ കണ്ടു. അങ്ങനെ തുടങ്ങി നമുക്ക് എന്ത് ചെയ്യാം? ഉദാഹരണങ്ങൾ നോക്കി മനസ്സിലാക്കാൻ പഠിക്കാം. അടുത്ത 37ാമത്തെ ചോദ്യം. അഖ്സാമുൽ മഅരിഫത്തി ബയ്യിൻ മഅൽ അംസിലത്തി. മഅരിഫയുടെ ഖിസ്മുകൾ അതിൻ്റെ ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. നമ്മുടെ യൂണിറ്റിൽ, അതായത് 65ാമത്തെ പേജിലുള്ള നമ്മുടെ യൂണിറ്റിൽ, 64ാമത്തെ പേജിലുള്ള നമ്മുടെ യൂണിറ്റിൽ 3 ഖിസ്മുകളെ കുറിച്ചേ പറയുന്നുള്ളൂ. ഏതൊക്കെയാണത്? അത് ഇസ്മുൽ ഇഷാറ, ലമീർ, ഇസ്മു മൗസൂല. ഇങ്ങനെ 3 വിഭാഗം മഅരിഫകളെ കുറിച്ചേ പറയുന്നുള്ളൂ. യഥാർത്ഥത്തിൽ 5 ഇനം എന്തുണ്ട്? മഅരിഫ ഉണ്ടെന്നാണ്. 5 ഇനം മഅരിഫയുണ്ട്. ഏതൊക്കെയാണ് 5 ഇനം മഅരിഫ? അത് പറഞ്ഞുതരാം. ഒന്നാമത്തത് അൽ മഅരിഫത്തു ബിൽ അലം. അലം കൊണ്ടിട്ടുള്ള മഅരിഫ, ഇസ്മുൽ അലം എന്ന് പറയും.
ഉദാഹരണം നമുക്ക് മുഹമ്മദൻ മുജ്തഹിദൻ, മുഹമ്മദ് എന്താണ് പരിശ്രമിക്കുന്നവനാണ്. സാഫർത്തില മക്കത്ത, മക്കയിലേക്ക് ഞാൻ യാത്ര പോയി. സിർത്തുൻ നെയ്ല, ലെയിനിലെ ഞാൻ സന്ദർശിച്ചു. ഉദാഹരണം. ഇനി രണ്ടാമത്തത് അൽ മാരിഫത്ത് ബിൽ ലമീർ, ലമീർ കൊണ്ടിട്ടുള്ള മാരിഫയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മുത്തക്കല്ലിമിൻ്റെ മേൽ അല്ലെങ്കിൽ മുഖാത്തബിൻ്റെ മേൽ ഖായിമിൻ്റെ മേൽ അറിയിക്കുന്ന നാമങ്ങൾക്കാണ് നമുക്കറിയാം സർവ്വനാമങ്ങൾ എന്ന് പറയും. ലമീർ കൊണ്ടിട്ടുള്ള മാരിഫ. അന വഹിബുൽ ഖിറാഅത്ത, ഞാൻ വായിക്കാൻ ഇഷ്ടപ്പെടുന്നു. അന മുജ്തഹിദുൻ, ഞാൻ പരിശ്രമിക്കുന്നവനാണ്. ഹുവ നജഹ ഫിൽ ഇംതിഹാനി, അവൻ ഇംതിഹാനിൽ എന്ത് ചെയ്തു, വിജയിച്ചു. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഞാൻ താഴെയുള്ള വാട്സപ്പ് ചാനലിൽ ഞാൻ എന്ത് ചെയ്യാം, അതിൽ ഈ നോട്ട്സൊക്കെ തരാം, നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ മാരിഫ ബിൽ ഇഷാറത്തി, അൽ മാരിഫത്ത് ബിസ്മിൽ ഇഷാറത്തി, ഇഷാറത്തിൻ്റെ ഇസ്മട്ടുള്ള മാരിഫ. അതാണ് ഹാദാ കിതാബൻ മുഫീദൻ, ഇത് മുഫീദായ കിതാബാണ്. തിൽക ഫത്താത്തുൻ മുഹദ്ദബ, ഹാദാനി ത്വാലിബാനി നഷീത്താനി, അങ്ങനെ തുടങ്ങിയ ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. ഇനി നാലാമത്തെ ഉണ്ട് അൽ മാരിഫത്ത് ബിൽ മൗസൂല, മൗസൂല കൊണ്ടുള്ള മാരിഫ. അതാണ് അൽ അസ്മാൽ മൗസൂല എന്ന് നമ്മുടെ പാഠത്തിൽ പറയുന്നത്. അതിന് ഉദാഹരണം നോക്കാം. അല്ലദീ നജഹു അഖീ, ഖറാഅത്തുൽ കിതാബ് അല്ലദീ അഅതൈതനി ഇയ്യാഹു, ഉഹിബ്ബു ത്വാലിബത അല്ലദീ തജ്തഹിദു. അതിൻ്റെയൊക്കെ നോട്ട്സ് ഞാൻ കൊടുക്കാം. നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് ചാനൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അഞ്ചാമത്തെ അൽ മാരിഫത്ത് ബിൽ അല്ല് കൊണ്ട് മാരിഫയായത്, താരിഫിൻ്റെ അലിഫ്ലാം എന്ന് പറയാം. താരിഫ് അലിഫ്ലാം കൊണ്ട് മാരിഫയായത്. അപ്പോൾ എന്താണ് നെക്കറിയ ഇസ്മയിൽ അലിഫ്ലാം വന്നാൽ എന്തെങ്കിലും മാരിഫയാവുന്ന. ജാ അർ റജുൽ, ഉദാഹരണം. ജാ അർ റജുൽ എന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ വന്നു എന്ന് പറഞ്ഞാൽ അവിടെ റജുൽ എന്നുള്ള നെക്കറിയ ഇസ്മാണ്. ജാ അർ റജുലു, ആ പുരുഷൻ വന്നു എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, മാരിഫയായി. ആ പുരുഷനാണ് വന്നത്. ഓക്കെ. ഖറാഅത്തുൽ കിതാബ, ആ കിതാബിനെ ഞാൻ എന്ത് ചെയ്തു, വായിച്ചു. നജഹ ത്വാലിബു, ആ വിദ്യാർത്ഥി വിജയിച്ചു എന്ന് വെച്ചാൽ മനസ്സിലാക്കുന്നത്, പ്രത്യേകം മനസ്സിലാക്കി തരുന്നതെന്ന് അർത്ഥം. ഇനി ആറാമത്തെ, അഞ്ചെണ്ണം എന്നല്ലേ ഞാൻ പറഞ്ഞു, 6 ഉണ്ട് കേട്ടോ, ഒന്നും കൂടെ ഉണ്ട്. അൽ മാരിഫത്ത് ബിൽ ഇളാഫത്തി, ഇളാഫത്ത് കൊണ്ട് മാരിഫയായത്. അതെന്താണ്, കിതാബ് ത്വാലിബി മുഫീദുൻ, അത് ഉദാഹരണമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യുക, നെക്കറയെ ഇളാഫത്ത് ചെയ്താൽ എന്ത് ചെയ്യുക, അത് മാരിഫയാവുന്നത്. ബൈത്തുല്ലാഹി മഅമൂറുൻ, സയ്യാറത്തുൽ മുദീരി ജദീദത്തുൻ. അങ്ങനെ നമ്മൾ സെക്ഷൻ സിയിലെ 26 മുതലുള്ള 37 എല്ലാ ചോദ്യത്തിൻ്റെയും ആൻസർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഉടനെ നമുക്ക് സെക്ഷൻ ഡി ചർച്ച ചെയ്യണം. എല്ലാവരും വെയിറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.